വേദിയിലും സദസ്സിലുമുള്ള പ്രിയരെ, 63 വർഷമായി മലയാള നാടകവേദിയിൽ എൻ്റേതായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 82 കഴിഞ്ഞ ഞാൻ ഇന്നും നാടകം എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ആ നാടകത്തിൻ്റെ ഒരു തുടർച്ചയായിരുന്നു അവധൂതൻ എന്ന നാടകം. അത് നബിയുടെ ചരിത്രമാണ്. ഞാനിവിടെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞത്. അത് നബിയുടെ യഥാർത്ഥ ചരിത്രമാണ്. നബി ഇപ്പോൾ നബിയെ എല്ലാവരും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സത്യം നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയ ശേഷം നമുക്ക് വിമർശിക്കാം. ഞാൻ ഹദീസുകളും നബി ചരിത്രങ്ങളും ഖുർആനും ഒക്കെ വായിച്ചതിന് ശേഷമാണ് അവധൂതൻ എഴുതിയത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. സെമിറ്റിക് മതങ്ങൾക്ക് ഏകദേശം ദൈവം സങ്കല്പിക്കുന്നത് ഏകദേശം ആദം നബി തൊട്ടാണ് സെമിറ്റിക് മതങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് അതിനു മുമ്പ് മനുഷ്യരുണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. എത്രയോ ലക്ഷങ്ങൾ വർഷങ്ങൾ നമ്മുടെ ഈ ഭൂമിക്കും ഈ എന്താ പറയുക എല്ലാ സർവ്വതിനും ആയുസ്സുണ്ട് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിനും എനിക്ക് ഉത്തരം കിട്ടിയില്ലായിരുന്നു. ആദം എന്ന നബി ആണോ ആദ്യത്തെ മനുഷ്യൻ എന്നാണ് ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായത്. അതിന് എന്നെ ഉത്തരം കിട്ടിയില്ല എനിക്ക്. അവസാനം അടുത്ത കാലത്ത് ഞാൻ പരിചയപ്പെട്ടതാണ് CH മുസ്തഫ മൗലവിയെ. അദ്ദേഹം എനിക്ക് കഴിഞ്ഞ തവണ കോഴിക്കോട് വന്നപ്പോൾ ഒരു ഖുർആനിൻ്റെ അകംപൊരുൾ തന്നു. ആ അകംപൊരുൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിച്ചു പോകാനല്ല എനിക്ക് തോന്നിയത്, വായിച്ചതിൻ്റെ വീണ്ടും വീണ്ടും വായിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. അതാണ് പ്രേരിപ്പിച്ചത്. അപ്പം അതിൽ മുസ്തഫ മൗലവി എഴുതിയിട്ടുണ്ട്, ആദത്തിന് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു, പക്ഷെ നബി എന്നുള്ള അവസ്ഥയിൽ ഉണ്ടായതാണ് ആദം നബി എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ സംശയങ്ങൾ ഈ ഖുർആൻ്റെ അകംപൊരുൾ തീർത്ത് തന്നിട്ടുണ്ട്. ആ നന്ദി കൊണ്ടാണ് ഈ 89ാമത്തെ വയസ്സിൽ ഞാനിങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു, വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അവധൂതൻ ഇത് എഴുതിയിട്ടുണ്ട്, അത് അവതരിപ്പിക്കണം. അത് അവതരിപ്പിക്കാത്തത് ചിലരൊക്കെ മാറി നിൽക്കുന്നത് കൊണ്ടാണ്. നബി ചിത്രീകരിക്കുന്ന നാടകവും അതെന്തൊരു നാടകമാണ്. ഇത്രയും കാലം നബിയെയും മറ്റും എല്ലാവരും കുറ്റപ്പെടുത്തിയതാണ്. ഇപ്പോഴെന്താ നബിയെ എന്താ എഴുതാനുള്ളതെന്നാണ്. എഴുതാനുണ്ട്, എനിക്ക് നബിയെക്കുറിച്ച് എഴുതാനുണ്ട്. പലരും ധരിച്ചതുപോലെ അല്ല നബി എന്നെനിക്ക് തോന്നുന്നു. ഞാൻ നബിയെ ഒരു സൂഫി വരിയിലായിട്ട് കാണുന്നു. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഈ അവസരം തന്നതിൽ വളരെ നന്ദി, സന്തോഷം.